നമസ്കാരം, ജാസച്ചാൻ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഉണ്ട്. എല്ലാവരും 4 കെട്ടിലായി ഇങ്ങനെ തങ്ങി നിക്കണേണ്. എന്താ നമ്മുടെ ഇന്നത്തെ ഇപ്പോഴത്തെ പരിപാടി? എന്താ, നമ്മുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. അടിച്ചു മാറ്റി. അനുവിന്റെ വീക്ക്നെസ് ആണ്. ഇവരൊന്നും അനങ്ങാതിരിക്കണ എന്താ, കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ഈന്തപ്പഴമൊക്കെ ഉണ്ട്. ഗൾഫ് മസ്കറ്റാണ്, മസ്കറ്റ് റോയിച്ചേട്ടന്റെ ഗിഫ്റ്റ്. പിന്നെ ആദ്യം പോലെ പറയാം, എൻ്റെ ജീവിത പങ്കാളി മക്കളും കൂടെ എനിക്ക് ജീൻസ്, 2 ജീൻസ്, പാൻസ്, 2 ഷർട്ടൊക്കെ മേടിച്ചെന്ന്. അതുകൂടാതെ സ്നേഹാമേരിയും നിർമ്മലനും മമ്മിയും ഷർട്ടും ഷർട്ടും പിന്നെന്താ ലക്ഷ്മിയുടെ പുത്തൻ ഷോറൂമിൽ നിന്നാണ്. അതുപോലെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഷർട്ട് മാത്രമല്ല, സമ്മാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്താണ്? ബെല്ലാവിറ്റ. ഇനി ഇത് എൻ്റെ അനുജനും അനിയത്തിയും കൂടി, സിജനും സിന്ധും കൂടെ. ഷർട്ട് പീസും പാൻ പീസും. അപ്പൊ പറയും സമ്മാനം കിട്ടാൻ പേഴ്സ്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ജാൻസി ജോൺ ദമ്പതികളുടെ ഗിഫ്റ്റാണ്. ഒരു പ്രഷ്യസ് ഗിഫ്റ്റാണത്. പിന്നെന്താണ് ഇതെന്താണ്? കുപ്പിയല്ല, ഇത് എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് റോയിച്ചേട്ടൻ തന്നെ. ഇത് ചോക്ലേറ്റ്, ഈന്തപ്പഴം, ഇതെല്ലാം ഒക്കെ തന്ന്. ടോബിൾ റോൺ ഇനിയുണ്ട് പൊട്ടിക്കാൻ. ഓക്കെ, ഈന്തപ്പഴം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതെന്താ പേപ്പർ? അത് അതിൻ്റെയൊക്കെ കവറാ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ്. കുറേ ഐറ്റം കിട്ടി. പക്ഷേ 2-3 ഞാൻ പാക്ക് പൊട്ടിച്ച്. അതാണ് ഷർട്ടും ജീൻസും ഒക്കെ. വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് നേരത്തെ ഇട്ടു, എല്ലാം ഓപ്പൺ ചെയ്തു. സോയപ്പൻ ജിമ്മിൽ പോയേക്കണേണ്. അവസാനം അനുഗ്രഹം മിഠായി മന്ദിച്ചിരിക്കണേ. സ്നേഹാമേരി ഉണ്ട്. നിർമ്മലിനും മമ്മിയും കൂടെ വീട്ടിലോട്ട് പോയി. അപ്പോഴാണ് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കണം. അപ്പൊ എന്നെ ധാരാളം പേര് വിഷ് ചെയ്യുകയും വിളിക്കുകയും സന്ദർശിക്കുകയും സമ്മാനങ്ങൾ തരെ എല്ലാം ചെയ്തു. ഒന്നും തന്നയിലല്ല, ഒരു നല്ല വാക്ക്, ഒരു ചിരി. ഞാനതാ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഒന്ന് വിളിക്കാൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാനൊക്കെയുള്ള നല്ല മനസ്സ് കാണിച്ച് ഞാൻ ഒത്തിരി മോട്ടിവേറ്റഡ് ആണ് ഇന്ന്. നമ്മൾ മറ്റുള്ളവരെ വിഷ് ചെയ്യുമ്പോൾ അവർക്കും അതിൻ്റെതായ ബ്ലെസ്സിങ്ങും വിഷിങ്ങും അനുഗ്രഹവും എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ 51ാമത്തെ വയസ്സ് കവർ ചെയ്തല്ലേ, ദൈവത്തിന് 1000 നന്ദി പറയണേ. 51 വയസ്സ് കവർ ചെയ്ത്. അനിയൻ 50 വയസ്സായെങ്കിൽ പിന്നെ എനിക്ക് 51 വയസ്സ് കഴിഞ്ഞില്ല. ഓക്കെ, ഇനിയും അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ശ്രേയപ്പനാണ് ഒന്നും എന്നെ ചെവി അറിയിച്ചില്ല. എന്തോ റഷ്യൻ ഹണി കേക്കും, ചിയാങ്ങിൽ നിന്ന് ചില്ലി ചിക്കനും, പിന്നെന്താ ഫ്രൈഡ് റൈസൊക്കെ, അതെല്ലാം ഒന്നും അറിയിച്ചില്ല. എന്നൊന്നിനും വിട്ടില്ല. ഇവിടെ തന്നെ ഇരുന്നേച്ചാൽ മതി എന്നാ മമ്മിയും പറഞ്ഞത്. അപ്പൊ ആ എക്സ്പ്രഷൻ കൂടെ ഒന്ന് കാണട്ടെ. എന്താ പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. എല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. 51 വയസ്സ് വരെയും കൂടെ ജീവിച്ചിട്ട് എന്താ തോന്നണ? ഇനിയൊരു ജന്മം കൂടി, അത്ര വരെ വേണാത് അല്ലേ? ഇനിയൊരു ജന്മം കൂടി. അപ്പൊ എല്ലാത്തിൻ്റെയും ചുക്കാനും ചരടുവലിയും നടത്തിയ ആള് ഇതാണ്. ഫെബ്രുവരി 15-ന് ജോളിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങളുടെ വിവാഹത്തിന്റെ ജൂബിലി വർഷവും കൂടെയാണ്, 25 വർഷം. അപ്പൊ ഇപ്പൊ 26-ലോട്ട് കിടക്കണം.
സ്നേഹമേരി എന്താ ഇവിടെ ഇരുന്ന് ചിരിക്കണ? പ്രായം കുറഞ്ഞു തന്നെ. പ്രായം കുറച്ച് പറയണ കേട്ടപ്പോ സ്നേഹമേരിക്ക് ഭയങ്കര സന്തോഷം. സ്നേഹമേരിക്ക് 24-25 കടക്കുന്നു. ഞങ്ങൾ 25 ഇയർ അല്ലേ, ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ജൂബിലി വർഷം പിന്നിടുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേര് വിഷ് ചെയ്ത് വാട്സാപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിൽ കൂടെയൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും വിഷ് ചെയ്യുകയും സന്ദർശിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് എല്ലാവർക്കും 1000 നന്ദി. അല്ലാതെ ഒന്നും പറയാനില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു.